ഹലോ മക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ് മാത്സിൽ പേജ് നമ്പർ 123. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഈ പേജ് നമ്പർ തന്നെയാണ് കേട്ടോ. 123ാമത്തെ പേജിൽ നമുക്കൊരു ഇക്വേഷൻ, ഒരു സമവാക്യം പഠിക്കാനുണ്ട്. നോക്കിക്കോ മക്കളെ, എക്സ് പൂജ്യമല്ലാത്ത ഏത് സംഖ്യ ആയാലും, അതായത് എക്സ് പൂജ്യം ആകരുത്, ഏത് സംഖ്യ ആയാലും എം കോമ എൻ, ഇപ്പോൾ എം അല്ലെങ്കിൽ എൻ, അത് എക്സ് പൂജ്യമല്ലാത്ത ഏതെങ്കിലും രണ്ട് സംഖ്യകളാണെന്നൊരു ഉദാഹരണത്തിനാണ് ഇവിടെ എം എൻ എന്ന് കൊടുത്തേക്കുന്നത്. ഇവ എം എന്താണ്, എന്നാണ് വലുതു, എം ചെറുതായിരിക്കും. നോക്കിക്കേ, ഇവിടുത്തെ ആരോ കണ്ടോ, ഈ ആരോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചെറുത് കണ്ടേ, ഈ മൂല എങ്ങോട്ടാണ് നോക്കിക്കിരിക്കുന്നത്, ആ സംഖ്യ ചെറുതും വാ തുറന്നിരിക്കുന്ന അക്ഷരം വലുതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്നാണ് വലുത്. എമ്മിനേക്കാൾ എന്ന് വലുതാണെങ്കിൽ ഏത് എണ്ണൽ സംഖ്യ ആയാലും ഏത് ഇക്വേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, എക്സ് എ റേസ് ടു എം എ ബൈ എക്സ് എ റേസ് ടു എൻ, അതായത് എക്സ് എ കൃതി എം എ ബൈ എക്സ് എ കൃതി എൻ എന്ന് വന്നാൽ അതിൽ എക്സ് പൂജ്യമല്ലാത്ത എണ്ണൽ സംഖ്യയും എമ്മിനേക്കാൾ എന്നാണ് വലുതെങ്കിൽ ഏത് ഇക്വേഷനാണ് ചെയ്യേണ്ടത്, 1 എക്സ് എ റേസ് ടു എൻ മൈനസ് എം. ആദ്യം എന്നാണ് കൊടുക്കുന്നത്, കാരണം എന്നാണ് വലുത് എങ്കിൽ. അപ്പോൾ വലുത് എന്നാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ, എന്നാൽ മാത്രമേ നെഗറ്റീവ് സൈനുള്ള ആൻസേഴ്സ് വരാതിരിക്കത്തുള്ളൂ. അതെന്താണെന്നുള്ളത് കഴിഞ്ഞ പാർട്ട് വീഡിയോ കണ്ട കുട്ടികൾക്ക് മനസ്സിലാകും. നോക്കിക്കേ, ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 1 എക്സ് റേസ് ടു എൻ മൈനസ് എം ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0 അല്ലാത്ത എല്ലാ നമ്പേഴ്സും, അതിൽ എന്താണ് കണ്ടീഷൻ, ഈ എന്നായിരിക്കും വലുത് എമ്മിനേക്കാൾ. അങ്ങനെയെങ്കിൽ എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 1 എക്സ് റേസ് ടു എൻ മൈനസ് എം എന്ന് വരും. അങ്ങനെയെങ്കിൽ തൊട്ട് താഴെ, അതായത് 123ാമത്തെ പേജിൽ തൊട്ട് താഴെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. മാത്സ് പഠിപ്പിക്കുമ്പോൾ മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും ടെക്സ്റ്റ് തുറന്ന് വെക്കുക. ഈ 4 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചോദ്യം നോക്കിക്കേ, 27/243. ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് ചെയ്യണം. പക്ഷേ ഇവിടെ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, കൃതികൾ വരുന്നുണ്ട് അല്ലേ, ഈ കൃതികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അത് ബോക്സിലാക്കി വെക്കണം കേട്ടോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണക്കുകൾ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിലെ കണ്ടീഷൻസ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എമ്മിനേക്കാൾ വലുത് എന്നാണ്, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കൃതികൾ വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ കൃതികൾ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാനായിരിക്കും. ചുവടെയുള്ള ഭിന്നസംഖ്യകളെ ലഘൂകരിച്ച് എഴുതണം. ഇവിടെ 27/243 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 243, അതാണല്ലോ വലിയ സംഖ്യ. 243ൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുമ്പം അവസാനം 3 കിടക്കുന്നത് കൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാം. 81 ഗുണം 3 ആണ് 243. 81നെ വീണ്ടും നമുക്ക് 3 വെച്ച് ചെയ്യാം. 27നെ വീണ്ടും 3 വെച്ച് ചെയ്യാം. അപ്പോൾ 9 എന്ന് വരും. 9നെ വീണ്ടും നമുക്ക് എന്ത് വെച്ച് ചെയ്യാം, 3 വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇവിടെ 243ൻ്റെ 3 എത്ര കൃതികളായിട്ട് വന്നിട്ടുണ്ട്, 1 2 3 4 5. അങ്ങനെയെങ്കിൽ 243ന് ഈ നേരെയായിട്ട് 3 കൃതി 5 എന്ന് എഴുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 27ആണ്. നോക്കിക്കേ മക്കളെ, 27 ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. നമ്മൾ 243 ചെയ്തപ്പോൾ 27ൻ്റെയും കൂടെ കിട്ടിയിട്ടുണ്ട്. 27ൻ്റെയോ 3 ആണ്, 3 വട്ടമാണ് ആവർത്തിച്ചിരിക്കുന്നത്, 1 2 3. അപ്പോൾ നമുക്ക് 27ന് എങ്ങനെ എഴുതാം, 3 കൃതി 3. ഇപ്പോൾ നാണ്ട നോക്കിക്കേ, ഇവിടെ ഇതാണ് എം, ഇതാണ് എൻ എങ്കിൽ നമ്മൾ പഠിച്ച കണ്ടീഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് 0 അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് 3, ശരിയല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പഠിച്ചത്, ഓക്കെ, എന്നാണ് ഇവിടെ വലുത് എന്ന് അല്ലേ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇത് എമ്മും ഇത് എന്നും ആണെങ്കിൽ എൻ ഇവിടെ വലുതല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് റേസ് ടു എം എ ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 1 എക്സ് റേസ് ടു എൻ മൈനസ് എം. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം,
വളരെ ശ്രദ്ധിച്ചിരുന്നോണം. ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? 3/3/3/5 1/, അതായത് 3/3/3/5 നമുക്ക് 1/3/5 എന്ന് എഴുതാം അല്ലേ. 5 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3² എന്ന് കിട്ടും അല്ലേ. അതായത് 5-ൽ നിന്ന് 3 കുറച്ചാൽ 2, അപ്പോൾ 1/3/2 എന്ന് വരും. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 2 വട്ടം ആവർത്തിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിക്കേ മക്കളെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 3/2 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 × 3 എന്ന് എഴുതാം. 3 × 3 എത്രയാണ്? 9. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 9. അതായത് 27/243 നമ്മൾ എന്ത് ചെയ്തു? ലഘൂകരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/9. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടായിരുന്നോ? 125/3125 ഈ ഒരു ചോദ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഛേദത്തിലാണ് വലിയ സംഖ്യ വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഇക്വേഷനാണ്? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. x⁴m/x⁴n = 1/x⁴n-m. 3125 അല്ലേ. 3125 നമ്മൾ ഇതുപോലെ ഘടകങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 5 എത്ര വട്ടം ആവർത്തിക്കപ്പെട്ടു? 1 2 3 4 5. അപ്പോൾ 3125 നേരെ നമുക്ക് 5/5 എന്ന് എഴുതാം. 125 നമ്മളിവിടെ 3125 ചെയ്തപ്പോൾ തന്നെ 125 കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1 2 3 അല്ലേ. 5 എത്ര വട്ടം ആവർത്തിക്കപ്പെട്ടു? 3 വട്ടം. അപ്പോൾ 5/5/5/5. ഇവിടെ നോക്കിക്കേ മക്കളെ, x⁴m/x⁴n. ഇവിടുത്തെ കണ്ടീഷൻസ് x ≠ 0, x 0 അല്ലാത്ത എണ്ണൽ സംഖ്യയാണ്. പിന്നെ n ആണ് ഇവിടെ ഗ്രേറ്റർ അല്ലേ. അതുകൊണ്ടാണ് n-ൻ്റെ അടുത്തോട്ട് വായും തുറന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ 1/x⁴n-m. അങ്ങനെയെങ്കിൽ നോക്കിക്കേ 5/3/5/5 നമുക്ക് എങ്ങനെ എഴുതാം? 1/5 ഇത് n ഇത് m, n-m 5 - 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 കൃതി 5 - 3. 5-ൽ നിന്ന് 3 പോയാൽ എത്ര? 2. 5/2, അതായത് 5 2 വട്ടം ആവർത്തിക്കപ്പെട്ടു. അതായത് 1/5 × 5. അങ്ങനെയെങ്കിൽ 1/25 എന്ന് ആൻസർ കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യവും എന്ത് ചെയ്തിരിക്കുന്നു? ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. 48/64. 64-ൻ്റെ നമ്മൾ ഇതുപോലെ ഘടകങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെ 48 വരാത്തത് കൊണ്ട് 48-ൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ ഘടകങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ആദ്യം കൊടുത്തേക്കുന്ന 48 ആണല്ലേ. അപ്പോൾ 48 ഇവിടെ 2 എത്ര വട്ടം ആവർത്തിക്കപ്പെട്ടു? 1 2 3 4. അപ്പോൾ 2 4 വട്ടം ആവർത്തിക്കപ്പെട്ടു. ഇൻറ്റു ദാണ്ട് ഇവിടെ ഒരു 3 വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 3 ഒരു വട്ടം അല്ലേ ഉള്ളൂ. അപ്പോൾ 3/1 എന്ന് എഴുതുക. ബൈ 64-ൻ്റെ എത്രയാണ്? 2 ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. 1 2 3 4 5 6. അപ്പോൾ 2 6 വട്ടം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളിലൊക്കെ ഓരോ കൃതികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. 2/4 3/1. ഇത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ നമ്മൾ നോക്കിക്കേ, ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x⁴m/x⁴n. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/x⁴n-m, അതായത് 1/2⁴ അല്ലേ. ഒരു 3 ഇവിടെ അംശത്തിൽ കിടപ്പുണ്ട്. ആ 3 1-ൻ്റെ കൂടെ അങ്ങ് എഴുതുക കേട്ടോ. അങ്ങനെയെങ്കിൽ 1 × 3/1 എന്ന് പറഞ്ഞാൽ 3/1 തന്നെ. 3/1/2⁴ -4. 6-ൽ നിന്ന് 4 പോയാൽ എത്ര? 2/2 എന്ന് വരും അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 ആണ് അല്ലേ. 2 × 2 എത്രയാണ്? 4. അങ്ങനെയെങ്കിൽ 3/4 എന്നതാണ് ആൻസർ. അങ്ങനെയെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ചോദ്യവും എന്ത് ചെയ്തിരിക്കുന്നു? ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 48/64. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം.
ഭാഗം തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. 54/81. കാരണം 4 അവസാനിക്കുന്നതുകൊണ്ട് 2ൻ്റെ പട്ടികയിൽ കാണും. അപ്പോൾ 2 വെച്ച് ചെയ്യുമ്പം 27 × 2 ആണ് 54 വരുന്നത്. വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 54നെ 2 കൊണ്ട് സൈഡിലോട്ട് മാറ്റി ഹരിച്ച് നോക്കുക. അപ്പോൾ 27 എന്ന ആൻസർ കിട്ടും കേട്ടോ. ഇനി 27 എന്ന് പറയുന്നത് 3ൻ്റെ പട്ടികയിലേ വരുന്നുള്ളൂ. എത്രയാണ്? 3 × 9 ആണ് 27 വരുന്നത്. 9 വരുന്നത് 3 × 3. അങ്ങനെ നമ്മൾ 54ൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 81ൻ്റെ കണ്ടുപിടിക്കാം. 81ൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 81 3ൻ്റെ പട്ടികയിലുണ്ടല്ലേ. 27 × 3 ആണ് 81 വരുന്നത്. 27 3ൻ്റെ പട്ടികയിലുണ്ട്. 3 × 9 ആണ് 27 വരുന്നത്. 9 വരുന്നത് 3 × 3. അങ്ങനെയെങ്കിൽ 54ൻ്റെ നമുക്ക് കൃതികൾ എങ്ങനെ എഴുതാം? ഇവിടെ 2 ഒരു വട്ടമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 കൃതി 1 × 3 എത്ര വട്ടമുണ്ട്? 1 2 3. അപ്പോൾ 3 കൃതി 3 എന്ന് എഴുതാം. ബൈ 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 81ൻ്റെ 1 2 3 4 4 വട്ടം എന്ത് ചെയ്തിരിക്കുന്നു? ആവർത്തിക്കപ്പെട്ട് ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഈ 3 അല്ലേ എക്സ് എന്ന് പറയുന്നത്. അതായത് എക്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എക്സ് കൃതി MA/XA കൃതി N. ഇവിടെ എമ്മിനേക്കാൾ വലുതാണ് N അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/x⁻n - m അല്ലേ. അതിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ട്? 2 കൃതി 1 ഉണ്ടല്ലേ. അപ്പോൾ 2 കൃതി 1 അതേപോലെ നമ്മൾ എഴുതുക. ഓക്കെ. 1 × 2 കൃതി 1 എന്ന് പറഞ്ഞാൽ 2 കൃതി 1 തന്നെ. 3 കൃതി 4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ൽ നിന്ന് 3 പോയാൽ 1. അപ്പോൾ 2 കൃതി 1/3 കൃതി 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3. ഇത്രയേ ഉള്ളൂ ആൻസർ. അങ്ങനെയെങ്കിൽ നമ്മൾ 123ാമത്തെ പേജിലെ ആ 4 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏത് ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത്? കണ്ടീഷൻസ് നോക്കിക്കോണം കേട്ടോ. ആ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാവൂ. എമ്മിനേക്കാൾ വലുതായിരിക്കണം n. അതാണ് എന്നിലോട്ട് വായും പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എക്സ് 0 അല്ലാത്ത എണ്ണൽ സംഖ്യ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? XA കൃതി MA/XA കൃതി N = 1/x⁻n - m എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 4 മോഡൽ കണക്കും ചെയ്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു സമവാക്യം കൂടി പഠിക്കുവാനായിട്ട് പോകുകയാണ്. 124ാമത്തെ പേജിൽ ഈ ഒരു സമവാക്യം നോക്കിക്കേ മക്കളെ. The product of the same powers എന്ന് പറഞ്ഞാൽ ഒരേ കൃതികളായിരിക്കും. ഓഫ് 2 numbers 2 വ്യത്യസ്ത നമ്പറുകളുടെ പവർ സെയിം ആയിരിക്കും. ഈസ് ഈക്വൽ ടു ദ സെയിം പവർ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. അതായത് നോക്കിക്കേ, XA കൃതി NA YA കൃതി NA. ഇവിടെ രണ്ടും എക്സ് അല്ല, XY എന്ന്. അതായത് 2 ഡിഫറെൻറ്റ് സംഖ്യകളായിരിക്കും വരുന്നത്, പക്ഷെ കൃതി സെയിം ആയിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും കൂടെ ഒരുമിച്ചെഴുതിയിട്ട് ഇവരെ ബ്രാക്കറ്റിലാക്കി കൃതി കോമൺ ആയിട്ട് അങ്ങ് N എഴുതുക. അതായത് നോക്കിക്കേ, ഇവിടെ XA കൃതി NA YA കൃതി N. ഇതിൻ്റെ ഇടയ്ക്ക് ആര് കാണും? ഗുണിച്ചിരിക്കുകയാണ് കേട്ടോ. മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് മലയാളം മീഡിയം കൂടെ വാങ്ങിക്കാം. പിന്നെ അതിനു മുമ്പ് ഇത് ബോക്സിൽ വേണം ഈ ഒരു ഇക്വേഷൻ എഴുതുവാനായിട്ട് കേട്ടോ. എന്നിട്ട് ആ ഇക്വേഷൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? XY എന്ന് പറയുന്ന 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നോക്ക്, 2 സംഖ്യകളുടെ ഒരേ കൃതികൾ തമ്മിലുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അതേ കൃതി തന്നെയാണ്. അങ്ങനെയെങ്കിൽ XA, Y ഇവ ഏത് 2 സംഖ്യകളും N ഏത് എണ്ണൽ സംഖ്യ ആയാലും നോക്കിക്കേ, XA കൃതി NA × YA കൃതി N എന്ന് പറഞ്ഞാൽ XA × Y ദ ഹോൾ കൃതി N. x⁻n × y⁻n = xy the whole raised to n. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇത് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് കണക്ക് ചെയ്യാം. പേജ് നമ്പർ 126 എടുക്കുക. അതിലെ ഈ 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ മോഡൽ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഇവിടെ എക്സ് ഇത്, വൈ ഇത്. കണ്ടോ, ഇവിടെ എക്സ് ഇത്, വൈ ഇത്. എക്സ് വൈ 2 ഡിഫറെൻറ്റ് സംഖ്യ. നമ്മൾ നേരത്തെ പഠിച്ച കണക്കുകളിലൊക്കെ എക്സ് ഒരേ സംഖ്യയും കൃതികളായിരുന്നു വ്യത്യാസം. ഇവിടെ കൃതികൾ ഒരേപോലെയാണ്, പക്ഷേ എക്സും വൈയും 2 ഡിഫറെൻറ്റ് സംഖ്യകൾക്ക് കൃതി ഒരുപോലെ തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കണക്ക്. കുഞ്ഞുങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാം. 126ാമത്തെ പേജിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കണ്ടോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്.
നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5/2 ഇൻറ്റു 4/2, അതായത് 5² × 4². ഇത് ഏത് ഇക്വേഷനിലാണ് കിടക്കുന്നത്? x(n) ഇൻറ്റു y(n), അതായത് രണ്ട് ഡിഫറെൻറ്റ് സംഖ്യകളാണ്, കൃതി ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? x ഇൻറ്റു y (n). അങ്ങനെയെങ്കിൽ 5² ഇൻറ്റു 4² നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4. എന്നിട്ട് ഈ 2 എന്ന രണ്ട് പേർക്കും കൊടുത്തിരിക്കുന്ന ഈ കൃതിയെ നമ്മൾ പൊതുവായിട്ട് ബ്രാക്കറ്റിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതി. 5 ഇൻറ്റു 4 എത്രയാണ്? 20 അല്ലേ? 20 പിന്നെ എത്രയാണ് ബ്രാക്കറ്റിൻ്റെ മുകളിൽ കിടക്കുന്നത്? 2. 20/2, അതായത് 20² എന്ന് പറയും. നോക്കിക്കേ, 2ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 2ൻ്റെ സ്ക്വയർ നോക്കിക്കേ, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, 2 വട്ടം ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ 2 ഇൻറ്റു 2 4. അങ്ങനെയെങ്കിൽ 20 എന്ന് പറയുമ്പം എത്രയാണ്? 4 എഴുതിയിട്ട് 2 0 കൂടെ എഴുതുക. കണ്ടോ? അതായത് 20² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 20 ഇൻറ്റു 20 എന്നാണ്. 2 ഇൻറ്റു 2 4 പിന്നെ ഈ 2 0 കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. രണ്ടാമത്തെ ചോദ്യം 5/3 ഇൻറ്റു 6/3. ഇത് x(n) ഇൻറ്റു y(n) എന്ന ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ x ഇൻറ്റു y (n). അങ്ങനെയെങ്കിൽ 5 ഇൻറ്റു 6 3 എന്ന് വരും. 5 ഇൻറ്റു 6 എത്രയാണ്? 30 അല്ലേ? 30/3, അതായത് 30 3 വട്ടം ഗുണിക്കപ്പെടും അല്ലേ? ആവർത്തനം ഗുണനം അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 30 ഇൻറ്റു 30. നോക്കിക്കേ, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ദാണ്ട് എന്നിട്ട് ബാക്കി 3 0 ചേർത്തെഴുതുക, 27,000 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ, 25/3 ഇൻറ്റു 4/3. ഇത് ഏത് ഇക്വേഷനിലാണ് കിടക്കുന്നത്? x(n) ഇൻറ്റു y(n). കൃതികൾ ഇവിടെ സെയിം ആണല്ലേ? എക്സ് വൈ ഡിഫറെൻറ്റ് സംഖ്യകളാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? x ഇൻറ്റു y (n). അങ്ങനെയെങ്കിൽ 25 ഇൻറ്റു 4 3. 4 വട്ടം 25 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 100 ആണെന്നല്ലേ? 25 ഇൻറ്റു 4 100 കേട്ടോ. 100/3, അതായത് 100 3 വട്ടം ഗുണിക്കപ്പെടും. 100 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. അങ്ങനെയെങ്കിൽ 1 ഇടുക, ഈ 2 0 ഇടുക, ഈ 2 0 ഇടുക, ഈ 2 0 ഇടുക. എങ്ങനെയാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു തരാം. മലയാളം മീഡിയക്കാർ ശ്രദ്ധിച്ചോ. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. ഇംഗ്ലീഷ് മീഡിയക്കാർ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, അതായത് 10 ലക്ഷം, 10 ലാക്കാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. നാലാമത്തെ ചോദ്യം നോക്കിക്കേ, 125² ഇൻറ്റു 8² അല്ലേ? ഇത് x(n) ഇൻറ്റു y(n) എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? x ഇൻറ്റു y (n), അതായത് 125 ഇൻറ്റു 8 ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? 2 ആണ് കൊടുത്തേക്കുന്നത്. 125 ഇൻറ്റു 8 എത്രയാണെന്നറിയാം? 1000 ആണെന്നറിയാം. സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കിക്കേ, 125 ഇൻറ്റു 8. നോക്കിക്കേ, 8 ഇൻറ്റു 5 40, 0 ഇവിടെ ഇട്ടു, 4 ഇവിടെ കൊടുത്തു. 8 ഇൻറ്റു 2 16, 16ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 20, 0 ഇവിടെ ഇട്ടു, 2 ഇവിടെ കൊടുത്തു. 8 ഇൻറ്റു 1 8 പ്ലസ് 2 10. കണ്ടോ? 1000 കിട്ടിയത് കണ്ടോ? അതായത് 125 ഇൻറ്റു 8 1000 എന്ന് വരും. അതായത് 1000 ഇവിടെ എത്ര വട്ടം ഗുണിക്കപ്പെട്ടിരിക്കുന്നു? 2 വട്ടം, അതായത് 1000 ഇൻറ്റു 1000. നോക്കിക്കേ, ഇതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്? വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. നോക്കൂ, 1 ഇൻറ്റു 1, 1 ഇൻറ്റു 1 1. ഇനി ബാക്കി 0 അതുപോലെ എഴുതുക. ഇവിടെ 3 0 ഉണ്ട്, ആ 3 0 അതുപോലെ എഴുതി. ഇവിടെ 3 0 ഉണ്ട്, ആ 3 0 അതുപോലെ എഴുതി. നോക്ക്, 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, അതായത് 10 ലക്ഷമാണ് കിട്ടുന്നത് കേട്ടോ. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. അങ്ങനെയെങ്കിൽ 126ാമത്തെ പേജിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള 4 കണക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത അവസാനത്തെ ഇക്വേഷനും അത് ബേസ് ചെയ്തിട്ടുള്ള 4 ചോദ്യങ്ങളും കൂടെ ചെയ്യാം. മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും നോക്കിക്കോ, പേജ് നമ്പർ 125 ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിനി അടുത്ത ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്.
ആദ്യം നമുക്ക് നോക്കാം, ഒരു സംഖ്യയുടെ കൃതി കണക്കാക്കാൻ കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കണം. എക്സ് ഏത് സംഖ്യ ആയാലും കുഴപ്പമില്ല, എം കോമ എൻ ഇവ ഏത് എണ്ണൽ സംഖ്യകൾ ആയാലും എക്സ് എ കൃതി എം ദ ഹോൾ കൃതി എൻ എ സമം എക്സ് എ കൃതി എം ഇൻറ്റു എൻ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സ് എ കൃതി എം ദ ഹോൾ കൃതി എൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് എ കൃതി എമ്മിനെ മൊത്തത്തിൽ എൻ കൊണ്ട് ഗുണിച്ചേക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എക്സ് എന്ന് എഴുതിയിട്ട് കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്, ഒരു സംഖ്യയുടെ കൃതി കണക്കാക്കാൻ കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അതാണ് എക്സ് എ കൃതി എം എ ദ ഹോൾ കൃതി എൻ ഈസ് ഈക്വൽ ടു എക്സ് എ കൃതി എം ഇൻറ്റു എൻ. ഈ എം എന്ന് ഒരുമിച്ച് എഴുതി അതിനർത്ഥം എന്താണ്, എം ഇൻറ്റു എൻ എന്ന, ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റു ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മലയാളം മീഡിയംകാർ നല്ല രീതിയിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഇൻ കമ്പ്യൂട്ടിംഗ് എ പവർ ഓഫ് എ നമ്പർ ദ എക്സ്പോണൻസ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ്. എക്സ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം എൻ ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എം ആൻഡ് എൻ. ഇവിടെ നോക്കിക്കേ, എക്സ് റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, ഇവിടെ എക്സ് എ റേസ് ടു എം അതിനെ മൊത്തത്തിൽ എൻ കൊണ്ട് ഗുണിച്ചേക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ എക്സ് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, എം എൻ എന്ന് പറയുന്നത് രണ്ട് എക്സ്പോണൻസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗങ്ങളാണല്ലേ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി, എക്സ് ഇങ്ങനെ എഴുതിയതിന് ശേഷം എക്സ് എ റേസ് ടു എം എൻ എന്ന് എഴുതുക. എം എൻ എന്ന് പറഞ്ഞാൽ എം എ ഇൻറ്റു എൻ എന്നാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇത് വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. 125 പേജിൽ ഓൾറെഡി ഉദാഹരണം ആയിട്ട് കൊടുത്തിരിക്കുന്ന 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. 125 പേജിൽ തന്നെ ഇതിൻ്റെ ഉത്തരവും കിടപ്പുണ്ട് കേട്ടോ. 7 സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 അല്ലേ, 7 കൃതി 2 ദ ഹോൾ കൃതി 5. ഇത് ഏത് ഇക്വേഷനിലാണ് കിടക്കുന്നത്, എക്സ് എ കൃതി എം ദ ഹോൾ കൃതി എൻ. ഇതിനെ എങ്ങനെ എഴുതും, എക്സ് എ കൃതി എം ഇൻറ്റു എൻ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, 7 കൃതി 2 ഇൻറ്റു 5 എന്നെഴുതാം അല്ലേ. 7 കൃതി 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 കൃതി 10. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ആ ഇക്വേഷൻ വെച്ച് അതേ മോഡൽ നമ്മൾ കണക്ക് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കേ, 2 കൃതി 10 ദ ഹോൾ കൃതി 5. ഇതും ഏത് ഇക്വേഷനിലാണ് കിടക്കുന്നത്, എക്സ് എ കൃതി എം ദ ഹോൾ കൃതി എൻ ഈസ് ഈക്വൽ ടു എക്സ് എ കൃതി എം ഇൻറ്റു എൻ. അങ്ങനെയെങ്കിൽ 2 കൃതി 10 ദ ഹോൾ കൃതി 5 നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇതുപോലെ എഴുതിയിട്ട് കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കണം. 10 ഇൻറ്റു 5, 2 കൃതി 10 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50. അതായത് 2 കൃതി 50 എന്നതാണ് ആൻസർ വരുന്നത്. 126 പേജിലെ 2ാമത്തെ ചോദ്യത്തിലെ 4 കണക്കുകളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാഠം തീരുകയാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ നോക്കാം. റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. അതായത് ചുവടെയുള്ള സംഖ്യകളെ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. ഇവിടെ 1ാമത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട് 15 സ്ക്വയർ എന്നല്ലേ. ഈ 15 എന്ന് കിട്ടുന്നത് ഏതിൻ്റെ പട്ടികയിലാണ്, 3 ഇൻറ്റു 5 എന്ന പട്ടികയിലല്ലേ. അപ്പോൾ ഈ 15നെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി 3 ഇൻറ്റു 5 എന്ന് എഴുതി. ഇവിടെ ചോദ്യത്തിൽ മാറ്റമൊന്നുമില്ല, 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15 തന്നെയല്ലേ. അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എന്ന് ഉള്ളത് മാത്രമാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ 15നെ 3 ഇൻറ്റു 5 എന്ന് എഴുതുക. കൃതി ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്, 2 ആണ് കൊടുത്തേക്കുന്നത്. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോന്നിനും കൃതികൾ കൊടുക്കുക. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 കൃതി 2 ഗുണം 5 കൃതി 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 15 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ആൻസർ. 2ാമത്തെ ചോദ്യം നോക്കിയാലോ, 30 കൃതി 3 ആണ് 2ാമത്തെ ചോദ്യം വരുന്നത്. 30നെ നമുക്ക് എങ്ങനെ എഴുതാം, എല്ലാവർക്കും അറിയാമല്ലേ. 10 ഇൻറ്റു 3 ആണ് 30 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ കിടപ്പുണ്ട് പ്രൈം നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അഭാജ്യ സംഖ്യകളാണ് യൂസ് ചെയ്യേണ്ടത്. 10 ഒരു അഭാജ്യ സംഖ്യ അല്ല. കാരണം 10 ഗുണന പട്ടികയായിട്ട് കിട്ടുന്ന ഒരുപാട്
പട്ടികകളുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ 30/3 നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. 2 × 3 എത്രയാണ്? 6. 6 × 5 എത്രയാണ്? 30. ഈ 2, 3, 5 അഭാജ്യ സംഖ്യയല്ലേ, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 30 നമുക്ക് 2 × 3 × 5 എന്ന് എഴുതാം. 2 × 3 6, 6 × 5 30. ഇനി കൃതി ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? 3. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ മതി. അതായത് 2/3 3 × 3/3 × 5/3. അതായത് ഈ 3 അഭാജ്യ സംഖ്യ മൊത്തത്തിൽ 3 എന്ന കൃതി കൊണ്ട് ഗുണിച്ചേക്കുകയായിരുന്നു. നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഓരോ സംഖ്യയ്ക്കും ഓരോ കൃതി വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചോദ്യം ശ്രദ്ധിച്ചോ. ചുവടെയുള്ള സംഖ്യകളെ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. 12² × 21². നമ്മൾ 126 പേജിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ 1ഉം 2ഉം കണക്കുകൾ ചെയ്തത് 15² 30². അവിടെയൊക്കെ ഒരു സംഖ്യകളെ കൊടുത്തിട്ടുള്ളായിരുന്നു. ഇവിടെ എത്ര സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം? 2 സംഖ്യകൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് 12ൻ്റെ ചെയ്യാം. 12ന് നമുക്ക് അഭാജ്യ സംഖ്യകൾ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, 12 നമുക്ക് പറയാം 3 12 പറയാം അല്ലേ. 3 × 4 12 എന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, 4 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. 4 ഒരു അഭാജ്യ സംഖ്യ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് 3 × 4 പകരം നമുക്ക് 2/2 എന്ന് എഴുതാം. കാരണം അറിയാലോ, 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4 എഴുതാൻ പറ്റത്തില്ല. കാരണം 4 ഏതിൻ്റെയൊക്കെ പട്ടികയിൽ കിട്ടുന്നുണ്ട്? 1ൻ്റെ പട്ടികയിലുണ്ട്, 2ൻ്റെ പട്ടികയിലുണ്ട്, 4ൻ്റെ പട്ടികയിലുണ്ട് അല്ലേ. അപ്പം 2ൽ കൂടുതൽ വന്നതുകൊണ്ട് നമുക്ക് 4 ഒരു അഭാജ്യ സംഖ്യയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ മാത്രമേ വരാവൂ അല്ലേ. അങ്ങനെയെങ്കിൽ 3 × 4ന് നമുക്ക് 2/2 എന്ന് വരാം എഴുതാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് രണ്ടും അഭാജ്യ സംഖ്യയാണല്ലേ. അപ്പോൾ 12ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. 21 വരുന്ന ഗുണന പട്ടിക ഏതാണ്? 3 × 7. ഇത് രണ്ടും അഭാജ്യ സംഖ്യയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. 12ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2² എന്ന് എഴുതാം. 2² എങ്ങനെ വന്നതെന്നറിയാലോ. 4ന് പകരം നമ്മൾ 2² എന്ന് എഴുതിയെന്നേ ഉള്ളൂ. കാരണം 4 ഒരു അഭാജ്യ സംഖ്യയല്ല. നമുക്കിവിടെ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി 12² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 × 2² ദ ഹോൾ ഈ സ്ക്വയർ മുകളിൽ എഴുതുക. ഇൻറ്റു 21ന് നമുക്ക് എന്തെഴുതാം? 3 × 7 എന്ന് എഴുതാം. 3 × 7 എന്നിട്ട് 21² എന്നല്ലേ, ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്തുമായിരുന്നു ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കും അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം 3² വരും അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ, കാരണം 3 × 2² മൊത്തത്തിൽ 2 എന്ന കൃതി കൊണ്ട് ഗുണിച്ചേക്കുക. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 3² × 2² ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് 2 സ്ക്വയറും പിന്നെ ഈ ഒരു 2 എന്ന കൃതി ഇതിനെ മൊത്തത്തിൽ ഗുണിച്ചേക്കുന്നു. ഇൻറ്റു 3 × 7 ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതും? 3² × 7² എന്ന് എഴുതും. 3 കൃതി 2 × 2 കൃതി 2 × 2. ഇത് കണ്ടോ, ഇത് എങ്ങനെയാണ് കിടക്കുന്നത്? എക്സ് കൃതി എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലല്ലേ കിടക്കുന്നത്. 2 കൃതി 2 ദ ഹോൾ കൃതി 2. ഇത് ഏത് ഇക്വേഷനിലാണ് കിടക്കുന്നത്? എക്സ് കൃതി എം ദ ഹോൾ കൃതി എൻ = എക്സ് കൃതി എം × എൻ. അങ്ങനെയെങ്കിൽ 2 കൃതി 2 ദ ഹോൾ കൃതി 2നെ എങ്ങനെ എഴുതും? 2 കൃതി 2 × 2. അപ്പോൾ എത്ര കിട്ടും? 2 കൃതി 4. അപ്പോൾ 2² ദ ഹോൾ റൈസ് ടു 2നെ എങ്ങനെ എഴുതും? 2 കൃതി 4 എന്ന് എഴുതും. ഇൻറ്റു ഇതെത്രയാണ്? 3 കൃതി 2. ആ 3 കൃതി 2 അതുപോലെ എഴുതി. 7 കൃതി 2ഉം അതുപോലെ എഴുതി. നോക്കിക്കേ, ഇനി നോക്ക്. x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം 3ൻ്റെ ആണെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ 3² 3² നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ടു. പിന്നെ 2ൻ്റെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 കൃതി 4 × 7 കൃതി 2 അതുപോലെ എഴുതി. ഇത് എക്സ് കൃതി എം × എക്സ് കൃതി എൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷൻ അല്ലേ. എക്സ് കൃതി എം × എക്സ് കൃതി എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പഠിച്ചേ? എക്സ് കൃതി m + n അല്ലേ. അപ്പോൾ ഇത് n ആണേ മക്കളെ.
അങ്ങനെയെങ്കിൽ 3/2 ഗുണം 3/2 എന്ന് പറഞ്ഞാൽ 3/2 + 2, അങ്ങനെയെങ്കിൽ 3/4 എന്ന് വരും. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, കാണുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ 3/4 × 2/4 × 7/2 ഇതാണ് 12² × 21² ആൻസർ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്തിരിക്കുന്നത്, കണ്ടോ? അങ്ങനെയെങ്കിൽ 4ാമത്തെ ചോദ്യം 126ാമത്തെ പേജിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ചോദ്യമാണ്. 12² × 21³ 12² × 21³ അല്ലേ? 12/2 × 21/3. 12നെ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കറിയാം 3 12 എന്നറിയാം അല്ലേ? പക്ഷേ ഈ 4 എന്നുള്ളതിനെ നമുക്ക് ഇത് അഭാജ്യ സംഖ്യ അല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 2/2 × 3 എന്ന് എഴുതും അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഈ മോഡൽ. ഇപ്പം തൊട്ട് മുമ്പ് പഠിച്ച ചോദ്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ വേണമെങ്കിൽ വീഡിയോ ആദ്യം മുതൽ ഇട്ടിട്ട് കാണുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ 12² നമുക്ക് എങ്ങനെ എഴുതാം? 2² × 3 എന്ന് എഴുതാം. ഇൻറ്റു ഹോൾ കൃതി 2 എന്ന് എഴുതണം കേട്ടോ. ഈ 2 എഴുതാൻ മറക്കരുതേ കുഞ്ഞുങ്ങളെ. അതായത് 2² × 3 എന്നാണ് 12ന് പകരം നമ്മൾ എഴുതുന്നത്. ദ ഹോൾ കൃതി 12ന് എന്തുകൊണ്ടാണ്? ഏത് കൃതിയാണ്? 2. ആ 2 കൃതി കൊണ്ട് നമ്മളിവിടെ എഴുതി. ഇനി 21³ എന്നാണ് വന്നേക്കുന്നത്. 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 ആണ് 21. ഇത് രണ്ടും അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ധൈര്യമായിട്ട് 21ന് പകരം 3 × 7 ദ ഹോൾ കൃതി 3 എന്ന് എഴുതി. ഇനി നമ്മൾ എന്തോ മക്കളെ ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കും അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 2 × 2 ദ ഹോൾ കൃതി 2 × 3 കൃതി 2 × 3 കൃതി 3 × 7 കൃതി 3 എന്ന് വരും. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ? 2 കൃതി 2 × 3 ദ ഹോൾ കൃതി 2. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 കൃതി 2നെ എന്ത് ചെയ്യുക? മൊത്തത്തിൽ 2 എന്ന കൃതി കൊണ്ട് ഗുണിക്കുക × 3 കൃതി 2 ഇവിടെ ചെയ്തു. ഇനി 3 × 7 ദ ഹോൾ ക്യൂബിനെ എങ്ങനെ ചെയ്യും? 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3നും 7നും 3 എന്ന കൃതി വരും. 3³ × 7³ എന്ന് വരും. ഇനി നോക്കിക്കേ, ഇത് ഞാൻ പറഞ്ഞു തന്നല്ലോ. 2 കൃതി 2 ദ ഹോൾ കൃതി 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കുഞ്ഞുങ്ങളെ, എക്സ് കൃതി എം ദ ഹോൾ കൃതി n എന്ന് പറഞ്ഞാൽ എക്സ് കൃതി m × n. അപ്പോൾ 2 കൃതി 2 × 2 എന്ന് പറഞ്ഞാൽ 2 കൃതി 4 എന്ന് വരും അല്ലേ? അപ്പോൾ ദാണ്ട് ഇതിന് പകരം 2 കൃതി 4 എന്ന് എഴുതാം. ഇൻറ്റു 3നെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ എഴുതാം? നടേ എക്സ് കൃതി m × എക്സ് കൃതി n എന്ന് പറഞ്ഞാൽ എക്സ് കൃതി m + n അല്ലേ? അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ 3 കൃതി 2 + 3 എന്ന് വരും. ഇൻറ്റു 7 കൃതി 3. അങ്ങനെയൊക്കെ നോക്കിക്കേ മക്കളെ, ഇതിൻ്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. 2 കൃതി 4 × 3 കൃതി 5 × 7 കൃതി 3. ഇതാണ് 12² × 21³ ആൻസർ. ഈ പാഠത്തിലാകെ 5 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, 5 സമവാക്യങ്ങൾ. അപ്പോൾ ഈ 5 സമവാക്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എക്സ് കൃതി m × എക്സ് കൃതി n. ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? എക്സ് കൃതി m + n. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 കൃതി 5 × 2 കൃതി 2 എന്ന് വന്നു കഴിഞ്ഞാൽ 2 കോമൺ ആയിട്ട് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക, കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 2 കൃതി 5 + 2, 5 + 2 എത്ര? 7. അപ്പോൾ 2 കൃതി 7. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നിങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എഴുതി എടുക്കണം കേട്ടോ. ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ റിവൈസ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ, എക്സ് കൃതി ma/, എക്സ് കൃതി n. ഇങ്ങനെ ഫോം വന്നു കഴിഞ്ഞാൽ 2 കണ്ടീഷൻസ് ഉണ്ട്, അതും കൂടെ നോക്കണം. നോക്കിക്കേ, എക്സ് 0 അല്ലാത്ത NL സംഖ്യ ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് എക്സ് ≠ 0 എന്ന് കൊടുത്തേക്കുന്നത്. എന്നിനേക്കാൾ വലുതായിരിക്കണം m കേട്ടോ. അതായത് അംശത്തിൽ കിടക്കുന്നത് വലിയ കൃതി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എക്സ് കൃതി ma/, എക്സ് കൃതി n = എക്സ് കൃതി m - n
ഒരു ഉദാഹരണം പറഞ്ഞാൽ 7/10/7/5. ഈ ഉദാഹരണം കൂടെ നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ. അപ്പോൾ ഈസ് ഈക്വൽ ടു 7 ഇവിടെ എന്നിനേക്കാൾ വലുതല്ലേ എം, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലല്ലേ ചെയ്യേണ്ടേ? 7/10 -5, 10ൽ നിന്ന് 5 പോയാൽ 5, അപ്പോൾ 7/5 എന്ന് ആൻസർ വരും. മൂന്നാമത് നമ്മൾ പഠിച്ച ഇക്വേഷനിലെ കണ്ടീഷൻസ് നോക്കിക്കേ. എക്സ് 0 അല്ലാത്ത എണ്ണൽ സംഖ്യ ആയിരിക്കണം, എമ്മിനേക്കാൾ വലുതാണ് എൻ. നമ്മൾ ഇവിടെ എം വലുതാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ ആണ് വലുതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? x(m)/x(n) = 1/x⁻n-m. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3/10/3/18. ഇത് എമ്മും ഇത് എന്നും ആണെങ്കിൽ എമ്മിനേക്കാൾ n വലുതാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1/3/18 - 10 n-m അല്ലേ? 18 - 10, 18 നിന്ന് 10 പോയി കഴിഞ്ഞാൽ ബാക്കി 8 അല്ലേ ഉള്ളൂ. അപ്പോൾ 1/3⁸. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മക്കളെ? നാലാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. x(n) × y(n). ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സംഖ്യകൾ, വ്യത്യസ്ത സംഖ്യകൾ തന്നിട്ട് കൃതി ഒരുപോലെ തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? x(y)^n. ഒരു ഉദാഹരണം പറഞ്ഞാൽ 7/2 × 3/2. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? 7×3 ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുക? ഈ 2 2 എന്ന് എഴുതുക. 7×3 എത്രയാണ്? 21 അല്ലേ? 21² എന്ന് ആൻസർ കിട്ടും. അവസാനത്തെ ഈ പാഠത്തിൽ അവസാനത്തെ ഇക്വേഷനാണ് x(m)n. ഇവിടെ 2 കൃത്യംഗങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? x(m)n കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കണം, എക്സ്പോണൻസ് തമ്മിൽ ഗുണിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2/10^5. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? 2 എഴുതിയിട്ട് 10×5 എഴുതിയാൽ മതി. 10×5 50. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2/50. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ഈ എക്സാമ്പിളും കൂടെ ഒന്ന് എഴുതി വെക്കുക. അതാകുമ്പോൾ എക്സാം സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. കണ്ടീഷൻസ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു സെഷനിലോട് കൂടി ആവർത്തന ഗുണനം അഥവാ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അവസാനിച്ചു. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ പാർട്ട് 6 6 ഭാഗങ്ങളേ ഉള്ളൂ. എല്ലാ ഭാഗത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത പാഠം അടുത്ത പാർട്ട് 1 വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ബൈ മക്കളെ.